നമുക്ക് അടുത്ത പ്രദേശത്തേക്ക് പോകാം, കൊല്ലത്തേക്ക് പോകാം. ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന ഒരു കൊല്ലം KSRTC ഡിപ്പോ അപകടാവസ്ഥയിലാണ്. പുതിയ ഡിപ്പോയ്ക്ക് വേണ്ടി പണി അനുവദിച്ചിട്ടെങ്കിലും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, അവിടുത്തെ കാഴ്ചയൊന്ന് വിവരിക്കൂ. അതായത് റോഷ്നി, നിരമ്പ്രതി 1000 ആളുകൾ വരുന്നതാണ് ഈ കൊല്ലം ഡിപ്പോ എന്ന് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 1000 ആളെങ്കിലും. പക്ഷേ ഇതിന്റെ അവസ്ഥ അതായത് വിഷ്വലിൽ കാണാം, നമ്മൾ പറയുന്നില്ല, ഈ ദൃശ്യങ്ങൾ കണ്ടു തന്നെ ആളുകൾ മനസ്സിലാക്കണം. ഇങ്ങനെ സിമന്റ് കടർന്നു വീണ് ഇനി കമ്പികൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഈ സിമന്റ് ഒക്കെ കൂടി അടിയിലേക്ക് വീഴുന്ന ഇവിടെയൊക്കെ കാണാം. ഇവിടെയൊക്കെ താഴെയൊക്കെ തന്നെ സിമന്റ് ഇടിഞ്ഞു വീണ് കമ്പികൾ പുറത്തു വീഴുന്ന ഒരു സാഹചര്യം ഈ ഡിപ്പോയ്ക്കുള്ളിൽ ഉണ്ട്. KSRTC ഡിപ്പോ കെട്ടിടത്തിന്റെ അവസ്ഥയാണ്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടമാണ്. നിരവധി തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്ത നൽകിയതാണ്. പിന്നെയും വാർത്ത നൽകേണ്ടി വരുന്നത് ഇതെങ്ങനെങ്കിലും ഈ ഒരു അവസ്ഥ മാറണം, ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് ഇനി ആർക്കും ഒന്നും പറ്റരുതെന്നുകൊണ്ടാണ് നിരന്തരം ഈ വാർത്ത നൽകേണ്ടി വരുന്നത്. അത്രമാത്രം ദാരുണമാണ് ഈ കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. ഇതിനുവേണ്ടി പുതിയ കെട്ടിടത്തിന് വേണ്ടി സ്ഥലവും ഫണ്ടൊക്കെ അനുവദിച്ചുവെന്ന് ആണ് ബന്ധപ്പെട്ട ആളുകളൊക്കെ അന്വേഷിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒന്നും ഒരു പണിയും തുടങ്ങിയിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പണിയെടുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. KSRTCയുടെ കൊറിയർ സർവീസിന്റെ ഓഫീസാണ്. ആ ഓഫീസിൽ ജീവനക്കാർ ഇരുന്ന് പണിയെടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നമ്മൾ ഞെട്ടും. അതിൻ്റെ മുകളിലേക്കൊക്കെ ക്യാമറ കൊണ്ടുപോയാൽ കണ്ടോ ആ ദൃശ്യങ്ങൾ നോക്കൂ റോഷ്നി. ഇതാ ഇങ്ങനെ ഇടിഞ്ഞ് മൊത്തം കമ്പി മാത്രമേ കാണുന്നുള്ളൂ. ഓരോ ദിവസവും ആ സിമെന്റ് ഇങ്ങനെ ഇടിഞ്ഞ് വീഴുന്ന സാഹചര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ 2-3 മനുഷ്യന്മാർ 24 മണിക്കൂർ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. ഈ KSRTCയുടെ കൊറിയർ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ്. പേടിയുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ? എപ്പോഴും ഇങ്ങനെ ഇടിഞ്ഞു വീഴും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീഴൊക്കെ സ്ഥിരമായിട്ടുള്ളതാ. ഇടയ്ക്കിടയ്ക്ക് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ എന്താ പറയുന്നേ? പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മാറ്റുന്നെന്ന് പറയുന്നുണ്ട്. പുതിയ ബില്ലോട്ട് മാറുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു വിഷയം, ഇത് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ 3 പേര് ഇപ്പോൾ സ്ലാബ് ഇടിഞ്ഞ് വീണ് മരിച്ചു. നമുക്ക് അതിനുശേഷം നമ്മൾ ഇങ്ങനെ അത് കേട്ടപ്പോഴാണ് നമ്മൾ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നത്. അത് പെട്ടെന്നുള്ള ഒരു ഫേസ്ബുക്ക് നോക്കുമ്പോൾ അത് തന്നെയല്ലേ കാണിക്കുന്നത്. മറ്റേ ലോറി തൊഴിലാളി മറ്റേ സ്ഥാനം ഇറക്കാൻ വന്നവർ ഇത് കണ്ട് സ്ലാബ് ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അതായത് ആളുകളൊക്കെ തന്നെ പേടിച്ചാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. നമുക്ക് ഈ നിലത്തേക്ക് തന്നെ റോഷ്നി നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ മുകളിൽ നിന്ന് വീഴുന്ന സിമന്റ് കട്ടകൾ ഈ നിലത്ത് തന്നെയുണ്ട്. ഇതാ കണ്ടോ റോഷ്നി, ഇതാ ഈ കട്ട ഇങ്ങനെ ഓരോ കട്ട ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഒക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇതിന്റെ അടിയിലിരുന്നാണ് ഈ ജീവനക്കാർ ഇവിടെ പണിയെടുക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ സിസ്റ്റം ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ്. കൊല്ലംകാരൻ തന്നെയാണ് ഗതാഗത മന്ത്രി. നിരന്തരം KSRTCയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ മന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ് ഒരു കെട്ടിടം ഇപ്പോഴും ഈ അവസ്ഥയിൽ ഇങ്ങനെ നടക്കുന്നത്. ഇതിന് ഫിറ്റ്നസ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ തന്നെ ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊക്കെ വലിയ ചോദ്യമാണ്. എവിടെ നോക്കിയാലും സിമന്റ് ഇളകി മാറി കമ്പി കാണുന്ന സാഹചര്യമാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. ഈ യാത്രക്കാരൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 50 പേരുടെ ജീവനെങ്കിലും എങ്ങനെയും നഷ്ടമാവുന്ന സാഹചര്യമാണ്. കാരണം അത്രമാത്രം ആളുകൾ നിരന്തരം വരുന്ന, കുട്ടികൾ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥലമാണ് കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇപ്പോഴും ഈ ദുർബലമായ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാനാവുന്ന കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നു എന്നത് നാണക്കേടാണ്. ഈ നാടിന് ആകെ നാണക്കേടാണ്. നിരന്തരം പലപ്പോഴും നമ്മൾ ഉൾപ്പെടെ വാർത്തകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നിരന്തരം വാർത്ത നൽകുമ്പോഴും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. എന്നിട്ടും നമ്മളിത് നൽകുന്നത് ഈ ദുരവസ്ഥയൊന്ന് മാറട്ടെ, എല്ലാം ഒന്ന് ശരിയാകട്ടെ, ഇനി ഇവിടെ ഒരു അപകടം ഉണ്ടാകരുതല്ലോ എന്ന് വെച്ചുകൊണ്ടാണ്. എന്തായാലും വലിയൊരു അപകടാവസ്ഥ ഈ കെട്ടിടത്തിലുണ്ട്. ചേട്ടാ, ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയാണ്. അതെ, കെട്ടിടം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഉണ്ടോ? എന്തിനാ പേടിക്കുന്നത്? ഞാൻ കണ്ടില്ല, ഞാൻ പൊട്ടിപ്പൊളിഞ്ഞത് കണ്ടില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വന്ന യാത്രക്കാരനാണ്, അദ്ദേഹം പ്രതികരിക്കുന്നില്ല. എന്തായാലും ആകെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ ഇവിടെയുണ്ട്. ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അതിന്റെ പണി ഇതുവരെ തുടങ്ങാത്തത്? അതായത് റോഷ്നി, ആ പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും റോഷ്നി ആലോചിക്കേണ്ട ഒരു കാര്യം. ശരി ജയശങ്കർ, ഇത്തരം കാഴ്ചകൾ ഒരുപാട് എത്തിക്കാനുണ്ട് പ്രേക്ഷകരിലേക്ക്.